ഒളിമ്പിക്സിലെ ഓട്ട മത്സരത്തിൽ ഒന്നാമതെത്തി സ്വർണം നേടണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ആഗ്രഹം. അതിനുവേണ്ടി വർഷങ്ങൾ നീണ്ട പരിശ്രമവും പരിശീലനവും. ഒടുക്കം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഒളിമ്പിക്സിൻ്റെ മത്സരത്തിനായി എത്തി ട്രാക്കിൽ ഓടാൻ ആരംഭിച്ചു. മുമ്പിലുണ്ടായിരുന്ന ഓരോരുത്തരെയും പിന്നിലേക്ക് തള്ളിത്തള്ളി അദ്ദേഹം മുമ്പിലേക്ക് ആഞ്ഞ് ഓടിക്കൊണ്ടിരുന്നു. തൻ്റെ ലക്ഷ്യമായ സ്വർണത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു വേദനയുണ്ടായത്. വേദനയിൽ പൊളഞ്ഞ് അദ്ദേഹം ട്രാക്കിൽ ഇരുന്നു പോയി. അങ്ങനെ കുത്തി അവിടെ ഇരുന്നപ്പോൾ തൻ്റെ പിന്നിലുണ്ടായിരുന്ന ഓരോരുത്തരായി മുമ്പിലേക്ക് ഓടിക്കയറുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു. ഏറ്റവും ഒടുക്കത്തവനും ഓടി മുമ്പോട്ട് കയറിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ സ്വപ്നം പൊലിയുകയാണെന്ന്. എങ്കിൽ ഈ ഓട്ടം ഫിനിഷിംഗ് പോയിന്റിലെങ്കിലും എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. വേദന കടിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് ഞൊണ്ടി മുമ്പോട്ട് ഓടാൻ തുടങ്ങി. ഒരു നിമിഷം സ്തബ്ധരായിപ്പോയി കാണികൾ. പിന്നെ അദ്ദേഹത്തെ നോക്കി ഉത്സാഹപൂർവ്വം കൈയടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഗാലറിയിൽ നിന്ന് ഒരാൾ ഓടി ഇറങ്ങി വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ തോളിലേക്ക് എടുത്തിട്ട് മുമ്പോട്ട് ഒപ്പം ഓടാൻ തുടങ്ങി. അവർ അങ്ങനെ ഓടി രണ്ടുപേരും ചേർന്ന് ഫിനിഷിംഗ് പോയിന്റിലെത്തി. അത് ബാഴ്സലോണ ഒളിമ്പിക്സ് ആയിരുന്നു. ഓടിയയാൾ ഡെറിക് റെഡ്മണ്ടും ഗാലറിയിൽ നിന്ന് അദ്ദേഹത്തെ സഹായിക്കാനായി അടുത്തെത്തി തോളിൽ കൈയിട്ട് ഒരുമിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചത് ഡെറിക്കിൻ്റെ സ്വന്തം പിതാവുമായിരുന്നു. പിതാവിൻ്റെ സ്നേഹവും കരുതലും അത് എപ്പോഴും പിന്തുടരുന്നതാവട്ടെ. ഞായർപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ വലിയ സന്തോഷം ഉള്ളിൽ ഉള്ളപ്പോഴും യേശുക്രിസ്തുവിനോടൊപ്പം ഉള്ളവർ, ഒപ്പം നടന്നവർ, ശിഷ്യന്മാർ, ഇവരുടെയൊക്കെ ആത്മവിശ്വാസം പഴയ നിലയിലേക്ക് തിരിച്ചെത്താൻ അല്പം സമയമെടുത്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അവർ പഴയ തൊഴിലുകളിലേക്ക് പോകാനായി ശ്രമിച്ചത്. എങ്കിലും ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും അവരെ പലയിടത്തായി പിന്തുടർന്നു. 6 തവണ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക് പിന്തുടരുന്ന സ്നേഹം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വലിയ നോമ്പ് കഴിഞ്ഞു, പുതുഞായറാഴ്ചയും കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ സന്ദർശിക്കുന്ന വേദഭാഗങ്ങൾ ആവർത്തിച്ച് നാം വായിച്ചു കേട്ടിരുന്നു, തുടർന്നും കേൾക്കുന്നു. ഈ അവസരം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20ഉം 21ഉം അധ്യായങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അവിടെ പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ, അപ്പിയറൻസസ് ഇംഗ്ലീഷിൽ, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നത് സംബന്ധിച്ചുള്ള വേദഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ തന്നെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ മഗ്ദലക്കാരി മറിയമിന് യേശു ക്രിസ്തു, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. അതിനുശേഷം 20-ാം അധ്യായം തന്നെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മുറിയിൽ വാതിലുകൾ അടച്ചിരിക്കെ കൂടിയിരിക്കുന്ന ശിഷ്യർക്ക്, അതിൽ പുരുഷന്മാരും സ്ത്രീകളും കാണും, 12 പേരും സ്ത്രീകളും കാണും, അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. മൂന്നാമത് വീണ്ടും 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 20-ാം അധ്യായം തന്നെ പരിശുദ്ധനായ തോമാസ് ലീഹായിക്ക്
കർത്താവ് പ്രത്യേകം പ്രത്യക്ഷപ്പെടുന്നതായി കാണാനാവും. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിബരിയാസ് കടലിൽ വല വീശുന്ന, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ 7 ശിഷ്യന്മാരെ പ്രത്യേകം എടുത്തു പറയുന്നു. പത്രോസും ദിദിമോസും. അങ്ങനെയായി 7 ശിഷ്യന്മാർക്ക് കർത്താവ് അവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുന്നു. വീണ്ടും 21-ാം അധ്യായം തന്നെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ലീഹായിക്ക് പ്രത്യേകമായി കർത്താവ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അന്യോന്യം സംസാരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നത് രേഖപ്പെടുത്തുന്നതെങ്കിൽ 21-ാം അധ്യായം തന്നെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ സ്നേഹിച്ച പ്രിയ ശിഷ്യനായ യോഹന്നാനോട് സംസാരിക്കുന്നതായും നമുക്ക് കാണാനാവും. ഇങ്ങനെ 6 പ്രത്യക്ഷതകൾ 20-21 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പ്രത്യേകമായ ഒരു കവിതയെ സംബന്ധിച്ചാണ്. അതെഴുതിയത് ഫ്രാൻസിസ് തോംസനാണ് 1892. ഫ്രാൻസിസ് തോംസനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വൈദികനാകുവാൻ വേണ്ടി സെമിനാരിൽ പോയ ആളാണ്. പിന്നീട് അത് വിട്ടിട്ട് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി. അതും പൂർത്തീകരിക്കാനായില്ല. അദ്ദേഹം ഒരു പൂർണ്ണസമയ സാഹിത്യകാരനായി. കവിതകൾ രചിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ദൗത്യമായി ഏറ്റെടുത്തത്. അതിൽ പ്രസിദ്ധമായ ഒരു കവിതയാണ് ദ ഹൗണ്ട് ഓഫ് ഹെവൻ. അതിൽ ആകെക്കൂടെ 182 വരികളുണ്ട്. ഫ്രാൻസിസ് തോംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കവിത വായിക്കുമ്പോൾ പിന്നീട് അദ്ദേഹം തന്നെ വിവരിക്കുന്നത് ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഹെവൻ എന്നുള്ളതിനർത്ഥം ദൈവം എന്നാണ്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു എന്ന അർത്ഥത്തിലാണ്. സദാപി നമ്മെ പിന്തുടരുന്ന, അനുഗമിക്കുന്ന, വിടാതെ നമ്മളെ അനുധാവനം ചെയ്യുന്ന വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ, സംരക്ഷകനായ ദൈവത്തെ, കർത്താവിനെ ഇവിടെ ഫ്രാൻസിസ് തോംസൺ അവതരിപ്പിക്കുകയാണ്. 1892 ഈ കവിതയുടെ രചന എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട്, വിശ്വാസികൾ തന്നെയുണ്ട്. അവരെ ഒരിക്കലും ദൈവം വിട്ടുകളയുന്നില്ല. ഇത് ഫ്രാൻസിസ് തോംസൻ്റെ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഈ കവിതയിൽ പ്രതിഫലിക്കുന്നതെന്നും പൂർണ്ണമായും ഇതൊരു ആത്മനിഷ്ഠമായ ഒരു കൃതിയാണെന്നും അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഫ്രാൻസിസ് തോംസൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോഴും അദ്ദേഹം ഒരു ആംഗ്ലേയ സാഹിത്യകാരനായിരുന്നു. 42-ാമത്തെ വയസ്സിൽ അദ്ദേഹം നവ്രാൽജിയ എന്ന രോഗത്തിന് അടിമപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നും കാണുന്നുണ്ട് 42-ാം വയസ്സ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൃതി മരണാനന്തരമാണ് അത് ശ്രദ്ധേയമായി തീർന്നത് എന്ന് നാം കാണുന്നു. ഒരു വലിയ പാഠം നമ്മൾ പഠിക്കുകയാണ്. പാപം ചെയ്ത്
ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ദൈവ പൈതലിനെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല, പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രോഗത്തിലായിരിക്കുന്ന ആളിനെ, അകന്നുപോകുന്ന ഒരു പിന്മാറ്റക്കാരനെ, പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും കൂടെ കടന്നു പോകുന്നവരെ എല്ലാവരെയും അന്വേഷിച്ചും അവരെ അനുധാവനം ചെയ്തും സ്നേഹവാനായ ഒരു ദൈവമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് എന്നുള്ള ഒരു വലിയ പാഠം ഈ കവിതയിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, എപ്പോഴും പിന്തുടർന്ന് അവരെ കാക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷകരായി സുവിശേഷം പ്രഘോഷിക്കുന്നവരായി വിളിക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം, പീഡാനുഭവം, സംസ്കാരം, ഖബറടക്കം, ഈ സന്ദർഭങ്ങളിലെല്ലാം വല്ലാതെ ഉലഞ്ഞുപോയി, വല്ലാതെ അവർ അസ്വസ്ഥരായ ഒരു സന്ദർഭത്തിൽ യേശു ക്രിസ്തു അവരെ അനുധാവനം ചെയ്തുകൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ് ഈ 2 അധ്യായങ്ങളിൽ. ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഫ്രാൻസിസ് തോംസൺ രചിച്ച ദ ഹൗണ്ട് ഓഫ് ഹെവൻ തീർച്ചയായും മനസ്സിൽ വരുന്നു. അതുകൊണ്ടാണ് ഈ അവസരം പ്രത്യേകമായി ഫ്രാൻസിസ് തോംസൻ്റെ കൃതി ഉദ്ധരിക്കുന്നതിനും അതേസമയം ചിന്തിക്കുന്നതിനും അവസരമുണ്ടായത്. ഈ അടുത്തയിട മാധ്യമങ്ങളിൽ ഒന്നിലൂടെ ഫ്രാൻസിസ് തോംസൺ രചിച്ച ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന കൃതിയെ സംബന്ധിച്ചുള്ള ഒരു മനോഹരമായ ആസ്വാദനം ശ്രദ്ധിക്കുന്നതിനിടയായതുകൊണ്ടാണ് ഈ ചിന്തയോട് ചേർത്ത് ആ കൃതിയെ വായിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് ഇടയായത് എന്ന് പ്രത്യേകം ഈ അവസരം ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ, നാം ദൈവമക്കളാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന പിതാവ് നമ്മെ പിന്തുടരുന്നു. നമ്മെ വീണ്ടെടുക്കുന്നതിനും യഥാസ്ഥാനപ്പെടുന്നതിനും കൊതിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഈ സാന്നിധ്യം, ദൈവം നമ്മോടൊപ്പമുണ്ടെന്നുള്ള തിരിച്ചറിവ് തീർച്ചയായും നമ്മൾ പ്രത്യേകമായി ഓർക്കണം. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. പരീക്ഷയൊക്കെ കഴിഞ്ഞു, സ്കൂൾ അടച്ചു. ഏകദേശം എല്ലാ കൂട്ടുകാരും വീട്ടിൽ തന്നെയാണ് അല്ലേ? പുറത്ത് നല്ല ചൂടാണ്, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം പുറത്തിറങ്ങി കളിക്കാമായിരുന്നു. ഇപ്പോൾ അകത്തിരുന്ന് എന്ത് ചെയ്യാൻ? മൊബൈൽ അല്ലെങ്കിൽ ഗെയിം, അങ്ങനെയല്ലേ? എന്നാൽ ലഹരി പോലെ തന്നെയാണ് അധികമായാൽ മൊബൈലും ഗെയിമും ഒക്കെ. അത് കൂട്ടുകാർക്കറിയാമോ? എങ്കിൽ അറിയണം. നീ എന്താ സ്വപ്നമില്ല? മോനെ കഴിക്കേ, നിന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് അല്ലേ? ചേടാ ആദി. മോനെ ദാ നോക്ക്, നീ പറഞ്ഞ കോമി. ആദി ഒന്ന് വാടാ, നമുക്ക് കളിക്കാന്നേ. ദാ നോക്ക്. ആദി, ആദി, നീ കളിക്കാൻ വരുന്നില്ലേ? ഇല്ലടാ, നീ പൊയ്ക്കോ. എന്നാ ശരി. ആദി, ഈ ഹോംവർക്ക് ഒന്നും എന്താ ചെയ്യാത്തെ? സോറി മാം. ദാ ഇത് അത്രയും തീർക്കാനുള്ളതാ.
ഓഫ് ചെയ്യാൻ. അച്ഛാ അതിപ്പോ ഓൺ ചെയ്തോണം. ആഹാ നീ അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഓൺ ചെയ്യാൻ. ഇനി ഞാൻ എല്ലാവരും മോനെ, ശരിയാക്കും. വേണ്ട. ഓൺ ചെയ്യാം ഓൺ ചെയ്യാം. അഡിക്ഷൻ കുട്ടികളിലും കാണാറുണ്ട്. ലഹരി വസ്തുക്കൾ കൊണ്ടും സ്വഭാവ സംബന്ധിയായും അഡിക്ഷൻ ഉണ്ടാകാം. തീവ്രമായ അടിമത്തം നിർബന്ധമായും ചികിത്സ വേണ്ടുന്ന സവിശേഷ സാഹചര്യമാണ്. ഇനി പറയുന്ന 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും 1 വർഷമായി കാണുന്നുവെങ്കിൽ കുട്ടിക്ക് ആ വസ്തുവിനോടോ ശീലത്തോടോ അടിമത്തമുണ്ടായി എന്ന് മനസ്സിലാക്കാം. എപ്പോഴും ഒന്നിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തുക, ഉപയോഗിക്കുന്ന സമയത്തിന്റെ അളവ് ക്രമേണ കൂടിക്കൂടി വരിക, കിട്ടാതിരിക്കുമ്പോൾ അസ്വസ്ഥനാവുക, ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ശരീരം അതിനോട് വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുക, ജീവിതത്തിലെ മറ്റൊരു കാര്യത്തിലും സന്തോഷം കിട്ടാതെ മുഴുവനായും ആ കാര്യത്തിലേക്ക് ചുരുങ്ങുക, അപകടമാണെന്നറിഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറാൻ കഴിയാതിരിക്കുക എന്നിവയാണ് ആ ലക്ഷണങ്ങൾ. പുകയില, മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ കൊണ്ടുള്ളത്, കമ്പ്യൂട്ടർ ഗെയിം, സോഷ്യൽ മീഡിയ എന്നിവ കൊണ്ടുള്ളത്, അശ്ലീല വീഡിയോയോ പുസ്തകങ്ങളോ കൊണ്ടുള്ളത് എന്നിങ്ങനെ 3 തരം അഡിക്ഷനുകളാണുള്ളത്. അടിമത്തമുണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ സംയോജിതമായ ഇടപെടലും ശരിയായ ചികിത്സയും കൊണ്ട് കുട്ടിയെ അതിൽ നിന്നും പൂർണ്ണമായും രക്ഷിച്ചെടുക്കാൻ കഴിയും. കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവനെ അതിലേക്ക് നയിച്ച സാഹചര്യം മനസ്സിലാക്കി സ്നേഹത്തോടെ ഒപ്പം നിർത്തി വൈകാരികമായ പിന്തുണ നൽകിക്കൊണ്ട് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാകും. എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനും സാധിക്കും. നമുക്ക് വളരാം, നന്നായി വളർത്താം. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അഥവാ സെന്റ് ജോർജിന്റെ പെരുന്നാൾ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ജീവചരിത്രം കൊച്ചു കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാത്തവർക്ക് പഠിക്കാനും അറിയുന്നവർക്ക് ഒന്നുകൂടെ ഓർക്കാനുമായി ഒരു കുഞ്ഞു ഡോക്യുമെൻ്ററിയാണ് ഇനി കാണാൻ പോകുന്നത്. ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത് അയർലൻഡിലെ ലിമറിക് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ സൺഡേ സ്കൂളിൻ്റെ കൂട്ടുകാരാണ്. നമുക്ക് ആദ്യം ഡോക്യുമെൻ്ററി കണ്ടു നോക്കാം. Life history of Saint George the Martyr. Saint George, one of the most venerated saints in Christianity, is best known for his legendary battle against the dragon and his unwavering faith. Here's an overview of his life history. Early life. St. George's background. Very little is known about St. George's life. He is believed to have been a Roman military officer of Cappadocian Greek descent. Birth. The exact date and place of his birth are uncertain, but he is thought to have been born around the late 3rd century. Martyrdom. Persecution. St. George is believed to have been martyred during the reign of Roman Emperor Diocletian in one of the pre-Constantinian persecutions, which took place in the late 3rd or early 4th century. Legacy of faith. He is celebrated for its steadfast faith in the face of persecution, refusing to renounce Christianity. Legend of the Dragon. The most famous legend associated with St. George involves him slaying a dragon that terrorized the city. This story symbolizes the triumph of good over evil and has made him a popular figure in Christian iconography. Canonization and feast day. Recognition. St. George was canonized early in Christian history and is recognized as a saint by various Christian denominations. Feast day. His feast day is celebrated on April 23rd, and he is regarded as a patron saint of various countries and causes, including England, soldiers, and chivalry. St. George's life is shrouded in legend and mystery, with early sources providing conflicting information about his life and deeds.
Nonetheless, his legacy as a martyr and a symbol of courage and faith continues to inspire millions around the world. പ്രോഗ്രാം നന്നായിട്ടുണ്ട് അല്ലേ കൂട്ടുകാരെ? ലിമറിക് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സൺഡേ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുക. നല്ല നല്ല പ്രോഗ്രാമുകൾ അയച്ചു തന്നാൽ നമുക്ക് ഞായർ പള്ളിക്കൂടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. റീനുവാണ് താരം. ആരാണ് റീനു? നമ്മുടെ കഴിഞ്ഞ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 81ാം റാങ്ക് വാങ്ങിയ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുലിക്കുട്ടിയാണ് റീനു അന്ന മാത്യു. റീനു പറയുന്നത് കേൾക്കാം. നമ്മള് 4 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. എന്റെ 4th അറ്റംപ്റ്റ് ആണിത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എക്സാം വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഏത് വന്നാലും നേരിടാനുള്ള എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. വന്നപ്പോ ഒരുപാട് സന്തോഷം തോന്നി. ഈ പരീക്ഷ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഞാൻ കോളേജ് വെച്ച് തന്നെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പത്രം പ്രോപ്പറായിട്ട് വായിക്കുമായിരുന്നു ആ 3 years. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോവിഡിന്റെ സമയത്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കോച്ചിങ്ങിന് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ 2 വർഷം ഞാൻ എക്സാം മാത്രം കൊടുത്തു. പിന്നെ അടുത്ത 2 വർഷം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്തു. ഇതെന്റെ 4th അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS ആണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ. ഇതുവരെ കടന്നു വന്ന വിദ്യാഭ്യാസ വഴികളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു? ഞാന് ഇവിടെ മൗണ്ട് ടാബോറിന് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നവോദയയിൽ പോയി. പിന്നെ KV അടൂരായിരുന്നു. പിന്നെ ഡൽഹി സെയിന്റ് സ്റ്റീഫൻസ് കോളേജ്. പിന്നെ ട്രിവാൻഡ്രം വന്നായിരുന്നു കോച്ചിങ് ചെയ്തു. ഇങ്ങനൊരു മികച്ച വിജയം നേടാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് പേര്, എന്റെ ഫ്രണ്ട്സ്, ഫാമിലി, പഠിപ്പിച്ച ടീച്ചേഴ്സ്, മെന്റേഴ്സ്, ഒരുപാട് പേര് ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സിൽ. ആരോടൊക്കെയാണ് കടപ്പാടുള്ളത്? ആദ്യം ദൈവത്തിനോട് കടപ്പാടുണ്ട്. പിന്നെ എന്റെ കൂടെ നിന്ന് എല്ലാവരോടും, ഫ്രണ്ട്സ്, ഫാമിലി, ടീച്ചേഴ്സ് എല്ലാവരോടും വലിയ കടപ്പാടുണ്ട്. ഉന്നതമായ പഠനങ്ങളിലേക്ക് പോകുമ്പോൾ പള്ളിയും സൺഡേ സ്കൂളും ഒക്കെ ഉപേക്ഷിക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരിൽ പലരും. എന്നാൽ റീനു അങ്ങനെ ആയിരുന്നോ? റീനു തന്നെ പറയട്ടെ. ഞാൻ സൺഡേ സ്കൂളിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. സഹപാഠി മത്സരങ്ങൾക്കെല്ലാം സ്ഥിരം പോകുന്ന ആളായിരുന്നു. അപ്പം അതെ ഞാൻ സ്ഥിരം എലക്യൂഷൻ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ എനിക്ക് ആ കുഞ്ഞിലെ തൊട്ടേ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അങ്ങനെ അത് ഫേസ് ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള പേടിയോ അങ്ങനെയൊന്നും പൊതുവേ ഇല്ല. അപ്പം സഹപാഠി മത്സരങ്ങളിലും സൺഡേ സ്കൂളിലും എല്ലാം. സൺഡേ സ്കൂളിൽ ഏത് ക്ലാസ് വരെ പഠിച്ചു? 12th വരെ പഠിച്ചു. സഭയുടെ അഭിമാനം എന്ന നിലയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഉൾപ്പെടെ ധാരാളം പേർ റീനുവിനെ അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. വീട്ടിലെത്തി ആശംസകൾ അറിയിച്ച സഭയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞ കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ്. റീനു മലങ്കര സഭയിലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു റോൾ മോഡലാണ് എന്ന് അഭിമാനത്തോടെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. കാര്യം സെക്കുലർ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ സൺഡേ സ്കൂളും സഭാജീവിതവും പലർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ള എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ സഭയിലെ 12ാം ക്ലാസ് ഉന്നത വിജയം കരസ്ഥമാക്കി സൺഡേ സ്കൂൾ അധ്യാപികയായി സഭയിലെ ഇടവകയിലെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും സജീവമായി നിന്ന വിശുദ്ധമായ ഒരു സഭാജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഈ ഉന്നത വിജയം നേടിയ മോളുടെ വിജയം ഇന്നത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഉദാത്തമായ മാതൃകയാണ്. അതുപോലെ തന്നെ മോളുടെ ശുഭാപ്തി വിശ്വാസം ചെറിയ ചെറിയ തളർച്ചകൾ തകർന്നു പോകാതെ ഒരു ലക്ഷ്യബോധത്തോടുകൂടി, ദിശാബോധത്തോടുകൂടി ഞാനിത് നേടിയെടുക്കും, ഞാൻ ഇത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കും എന്നുള്ള ഒരു സമർപ്പണത്തോടെ, ലക്ഷ്യബോധത്തോടെ, ദിശാബോധത്തോടെ മോൾ പ്രവർത്തിച്ചു. അതിന് ദൈവം പ്രതിഫലം കൊടുത്തു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷമാണ്. പരിശുദ്ധ ബാവാ തിരുമനസ് കൊണ്ട് നേരിട്ട് മോളെ വിളിച്ച് അഭിനന്ദിച്ചു. ബാവാ തിരുമനസിന് വേണ്ടിയും സഭയിലെ എല്ലാ സമിതികളുടെയും പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും പിന്തുണയും മോൾക്ക് സമർപ്പിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസനത്തിലെ മഞ്ഞക്കാല ശമോൻ ദസ്തനി ഓർത്തഡോക്സ് പള്ളിയിലെ അംഗങ്ങളാണ് റീനുവിൻ്റെ കുടുംബാംഗങ്ങൾ. റീനു പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയിലെ സൺഡേ സ്കൂൾ അംഗമായിരുന്നു. റീനുവിനെ ഈ വിജയത്തിലേക്ക് നയിച്ച മാതാപിതാക്കളെയും സഹോദരി റിയയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്ന റീനു അന്ന മാത്യുവിന് എല്ലാ അഭിനന്ദനങ്ങളും. ഞായർ പള്ളിക്കൂടത്തിൻ്റെ നല്ല നമസ്കാരം.
പ്രിയമുള്ള കൂട്ടുകാരെ, ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഞായർ പള്ളിക്കൂടം ഇന്ന് 6ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2020 മെയ് മാസം 3-ാം തീയതിയാണ് ആദ്യത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യപ്പെട്ടത്. അതുമുതൽ ഇങ്ങോട്ട് ധാരാളം വെല്ലുവിളികൾ അതിജീവിക്കാനായി ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കരുണ അളവറ്റതായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ കൂട്ടുകാർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഞായർ പള്ളിക്കൂടത്തിലെ ആ കൊച്ചു കൂട്ടുകാരൻ ചുവടുവയ്ക്കുന്നത് ഒരു പുതിയ സംഗീതത്തിലാണ്, പുതിയ ജിങ്കിളിലാണ്. ആ സംഗീതം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഒരു കൊച്ചു കൂട്ടുകാരൻ, ഇപ്പോൾ യുവാവാണ് കേട്ടോ, ഏബൽ ജോൺ ജോർജ് ആണ് ഒരുക്കിയിരിക്കുന്നത്. ഏബൽ ജോൺ ജോർജ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കാൻ ഇപ്പോൾ ഇറ്റലിയിലാണ് ഉള്ളത്. ഏബലിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. വലിയ ഒരു സംഗീതജ്ഞനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ ഞായർ പള്ളിക്കൂടത്തിലെ ജോക്കൂട്ടൻ, അങ്ങനെ വിളിക്കാം, ഇനി ഏബലിൻ്റെ സംഗീതത്തിൽ ചുവടുവെക്കും. തിരുമേനി അപ്പച്ചൻ ഇനി എന്തു പറയുന്നു എന്നറിയണ്ടേ? ഒന്ന് നോക്കാം. തിരുമേനി അപ്പച്ചന് സന്തോഷം, നമുക്കെല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ TVയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.